ഇന്ന് രാവിലെ തന്നെ ഇക്കാടെ വക ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ജോലിക്കാരുണ്ടാവും അവർക്ക് ഫുഡ് കൊടുക്കണം എന്നുള്ള കാര്യം. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ തലേന്ന് തന്നെ എൻ്റെ പ്ലാനിങ് പരിപാടികളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ രാവിലെയാണ് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. രാവിലെയാണ് ഇക്കാര്യം ഈ ഒരു കാര്യം തീരുമാനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചക്ക എടുത്ത് അരിഞ്ഞ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അപ്പുറത്തുനിന്ന് കുഞ്ഞുമ്മ കൊണ്ട് തന്ന കേട്ടോ ചക്ക. പിന്നെ മീൻകറിയും അതുപോലെ തന്നെ പരിപ്പും കൂടി വെക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ചോറ് കഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയും കൂടെ ഇല്ലെങ്കിൽ കറി തികയാതെ വരും. അപ്പോൾ ഞാൻ പയർ എടുത്ത് പരിപ്പ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഞാൻ ചെറുപയറാണ് എടുക്കുന്നത്. ചില സമയത്ത് ഡാൽ പരിപ്പ് വെച്ചിട്ടും പരിപ്പ് ഉണ്ടാക്കാറുണ്ട്. രണ്ടാണെങ്കിലും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടം നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ള പരിപ്പാണ്. അപ്പം ഞാൻ കടുവറുക്കാനുള്ള സംഭവങ്ങൾ ചക്കയ്ക്കും അതുപോലെ തന്നെ പരിപ്പിനും കൂടെയൊക്കെ ഒന്നിച്ചരിഞ്ഞു വെച്ചു. എല്ലാ ജോലികളും ഒതുക്കിയല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് പിള്ളേഴ്സ് പറഞ്ഞത് അവർക്ക് പരിപ്പുണ്ടെങ്കിൽ മുട്ട പൊരിച്ചതും പപ്പടവും വേണമെന്നുള്ള കാര്യം. അതുകൊണ്ട് പിന്നെ അതും കൂടി അങ്ങ് ആക്കി ചോറും ചക്കയും മീൻകറിയും അതുപോലെ തന്നെ പരിപ്പും മീൻകറിയും കോമ്പിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. അതുപോലെ ഒരു കഷ്ണം മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും പപ്പടവും കൂട്ടിയിട്ട് നല്ല വിശാലമായിട്ടൊരു ഫുഡായിരുന്നു കേട്ടോ. മാഷാ അല്ലാ. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ഞാനും മക്കളും കഴിക്കാൻ പോവാണ് കേട്ടോ. ഇക്ക പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.